PM ശ്രീയെ ചൊല്ലിയുള്ള CPI-CPIM തർക്കം കോംപ്ലിമെന്റ്സായി. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മന്ത്രിസഭാ ബഹിഷ്കരണം, ഏത് CPI, അങ്ങനെ എന്തെല്ലാം. ഒടുവിൽ ശവമായ പവനായി ആരാണ്? പൊതുജനം കഴുതയല്ല സാർ എന്നേ പിടിവാശിക്കാരോട് പറയാനുള്ളൂ. കാണാം പ്രത്യേക റിപ്പോർട്ട്. PM ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതിന് പിന്നാലെ CPI ആണ് കലാപക്കൊടി ഉയർത്തിയത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നായിരുന്നു CPIയുടെ ആവശ്യം. PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്നറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിൻ്റെതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും. ഞാനിത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ധാരണാപത്രം ഒപ്പിട്ടതിനെ ന്യായീകരിച്ചു. ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിന് മുമ്പൊന്നും നിബന്ധനയുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതൊന്നും നിബന്ധനകളില്ല. ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങിയതോടെ CPIM അപകടം മണത്തു. പിന്നെ തിരക്കിട്ട ചർച്ചകളായി, അനുനയ നീക്കങ്ങളായി. അനുനയത്തിന് വഴങ്ങാതെ അടിയുറച്ചു നിന്നു CPI. ഡൽഹിയിൽ നിന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്ത് വന്നു. ഒമാൻ പര്യടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി എത്തി. കണ്ണൂരിൽ നിന്ന് പരിപാടികൾ റദ്ദാക്കി MV ഗോവിന്ദനും തിരുവനന്തപുരത്തെത്തി. അനുനയ നീക്കങ്ങൾ സജീവമായി. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് മരവിപ്പിക്കുന്നതിൽ കേന്ദ്രത്തെ അറിയിക്കാനുള്ള കത്തിന്റെ കരട് CPI നേതൃത്വത്തിന് കൈമാറി. വൈകാതെ CPI അയഞ്ഞു. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. ഇനി ഈ പോരിൽ ആരാണ് വിജയ് എന്നതാണ് ചോദ്യം. മുൻ നിലപാട് തിരുത്തേണ്ടി വന്നതും CPIക്ക് വഴങ്ങേണ്ടി വന്നതും CPIMന് ക്ഷീണമായി. കരാർ റദ്ദാക്കാതെ മരവിപ്പിച്ചത് കണ്ണിൽ പൊടിയിടാനാണോ എന്ന ആശങ്ക CPIയിലെ ചിലർക്കെങ്കിലുമുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് CPIയെ അണുനയിപ്പിക്കൽ എന്ന് പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും അന്തിമ തീരുമാനമാകുന്നതുവരെ വിജയ് CPI ആണ്. ഇടതുപക്ഷത്ത് CPIMനേക്കാൾ ഇടതു നയം ഉറപ്പിച്ചവരെന്നും CPIക്ക് അഭിമാനിക്കാം. പക്ഷേ എത്രനാൾ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വൈകാതെ ഉത്തരം കിട്ടിയേക്കും. കാത്തിരിക്കാം ആരുടെ നിലപാട് നടപ്പാക്കുമെന്ന്. ഏതായാലും ഇക്കാര്യത്തിൽ ആർക്കാണ് വിജയം, ആർക്കാണ് പരാജയം എന്നതൊക്കെ കാലം തെളിയിക്കട്ടെ. വൈകാതെ തന്നെ അതിന് ഉത്തരം ലഭിച്ചേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.